ഹലോ അസ്സലാമു അലൈക്കും. നാട്ടിൽ പോവല്ലേ? അപ്പോൾ ഗൈസ് നാട്ടിലേക്ക് ഞാൻ മാത്രമേ പോകുന്നുള്ളൂ അല്ലേ? നല്ല കുറേ ഞങ്ങളൊന്ന് വെറുതെ ജസ്റ്റ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതാണ്. ഇനി അഥവാ അഡ്മിറ്റും കാര്യങ്ങളും ആവണമെങ്കിൽ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെയും കൂടി നോക്കിയിട്ടില്ലേ കുട്ടീനെ നാളത്തെ അടുത്ത് നോക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവർ പൂർണ്ണമായിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ ഗൈസ്. ഞാനിപ്പോൾ നാട്ടിലോട്ട് തിരിക്കുകയാണ് ഇൻഷാ അല്ലാ. ഓക്കെ, ബാക്കി കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ സേഫായിട്ട് ഇരിക്കുക, കഞ്ഞിയും വെള്ളമൊക്കെ കുടിച്ചിട്ട്. ഇത്രയും ദിവസം ഡോക്ടറെ കാണിച്ചോണ്ട് വിട്ടോ ഞാൻ വിട്ടട്ടെ. ഗായ്സ്, അപ്പം അങ്ങനെ സിനുവിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഉമ്മ ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പോൾ സിനുവിനെ കൊടുന്നില്ലേന്ന് ചോദിച്ചാൽ പറഞ്ഞത്, സിനുവിനെ ഞാൻ ഇനി കുറച്ച് ദിവസത്തിന് സിനു എന്തായാലും ഉണ്ടാവില്ല. ഉള്ള കോലങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, പറ്റ ആവശ്യമായിട്ടുണ്ട്. അതായത് അസുഖം പനി നന്നായിട്ട് ബാധിച്ചിരിക്കണേ. അതേ പനി കുട്ടിക്കും കിട്ടണം. കാരണം ഓൾക്ക് ഉണ്ടെങ്കിൽ കുട്ടി പാല് കുടിക്കണമല്ലോ, അപ്പോൾ കുട്ടിക്കും അതേമാതിരി തന്നെയാണ് കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും ഇപ്പോൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ഒരു ഭേദമായിരിക്കണം. ഇവിടുന്ന് പോകുമ്പോൾ ആകെ പറ്റപ്പെടുത്താൻ വിട്ടായിരുന്നു. കയ്യിൽ നിന്ന് എന്താണ് അത്രയും വയ്യാതെ തന്നെ കേട്ടോ പോയത്. അവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടും പിന്നെ ഞാൻ പോയിട്ടൊന്ന് ഹോസ്പിറ്റലിൽ കാണിച്ച് പിന്നെ ഇന്ന് പറ്റുമെങ്കിൽ നാളെ ചിലപ്പോൾ ഞാൻ ഒന്നും പാടെ നോക്കിയിട്ട് ഡോക്ടറെ കാണിച്ച് അഡ്മിറ്റ് ആക്കുക കുട്ടീനെ എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, കുട്ടിക്ക് നല്ല കഫക്കെട്ടും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കേട്ടോ കൊടുക്കണത്. അങ്ങനെ ഞാൻ നേരെ വീട്ടിലെത്തി. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ആരാണ്, ഉമ്മ ഒറ്റക്കാണോ എന്താണെന്ന് പാടുന്നൊക്കെ കുറേ ആളുകൾ ചോദിച്ചായിരുന്നു. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഉമ്മ ഒറ്റക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മ ഒറ്റക്ക് തന്നെ ഉണ്ടാവില്ല. കാരണം പിന്നെ അപ്പുറത്തെ വീട്ടിലെന്തായാലും രണ്ടും കൂടെ ഒരുമിച്ചാകൊണ്ട് വലിയ സീനില്ല. താത്തി പോലും അവിടെ ഉണ്ട്. ഓക്കെ, പിന്നെന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് ഓടുമ്പോൾ നമ്മൾ തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കുറേയൊക്കെ ഇവിടെ നിൽക്കലാണ്. അപ്പോൾ അവിടെ കുട്ടിക്കും വയ്യ, ഓൾക്കും വയ്യ, ഇവിടെ ഉമ്മയും ഒറ്റയ്ക്ക്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ ആകെ പെടലാണ്. പിന്നെ പെട്ടെന്നൊന്നും നമുക്ക് ആരും പൊടുന്ന് നിർത്താനോ പിന്നെ ഉമ്മാനെങ്ങനെ റോട്ടിൽ കൊണ്ടുപോകാനോ അവിടെ ഇവിടെ ഇങ്ങനെ എത്ര വെച്ചിട്ട് ഞാൻ പോകുന്നതിനനുസരിച്ച് ഞാൻ മാറി നിൽക്കുന്നതിനനുസരിച്ച് ഉമ്മാനെങ്ങനെ മാറ്റാനൊന്നും പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ സമയം കടന്നു പോകുന്നല്ലേ പറയാം. എല്ലാ ദിവസവും എല്ലാവരും കൈയടയുന്നുണ്ട്. എല്ലാ ദിവസവും എല്ലാവരും ഒരുമിച്ചും എല്ലാവരും ഒരേമാതിരി ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നബിദിനാശംസകൾ നേരെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ഒരു ആശംസ പറയുമ്പോൾ വേറൊരു കാര്യം പാടുണ്ട്. ഞാൻ ഉച്ചക്കൊരു വീഡിയോ നമ്മുടെ മെയിൻ ചാനലിൽ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കമൻസ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നൗഫൽ അണക്ക് നബിദിനമൊന്നും ഇല്ലേ, ഓണം നമുക്കില്ലാത്തതാണ്, നീ എന്തിനാ ഓണാഘോഷം പറയുന്നത്, നബിദിനം അണക്കില്ല, ഈ മുസ്ലിം അല്ലേ, എന്തൊക്കെയോ ചോദ്യങ്ങളാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നബിദിനം ഇല്ലാത്തൊന്നുമില്ല. നമുക്ക് നബിദിനം എല്ലാ ആഘോഷങ്ങളും നമുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അതിപ്പോൾ എനിക്ക് ബോധിപ്പിക്കുക എടുത്ത് കാണിച്ചു തരണം, ഞാനത് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഇന്നലെ ഞാൻ സിനുവിൻ്റെ അടുത്ത് അവിടെ പോയി. ഇന്നലെ ഞാൻ പോയപ്പോൾ അവിടെ ഓണാണ്. അപ്പോൾ അവിടെ പോയി ഓണത്തിന് കൂടാൻ പറ്റിയില്ല. ഓണത്തിൻ്റെ ഇതൊന്നും നമ്മളില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇന്നലത്തെ വീഡിയോസിൽ പറഞ്ഞത്. അതായത് ഇന്നലെ എടുത്ത് വീഡിയോസ് ഇന്നലെ വൈകുന്നേരത്ത് അപ്ലോഡ് ചെയ്ത് ഇന്ന് ലിസ്റ്റ് ആക്കിയിട്ട് ഇന്നാണ് അത് അപ്ലോഡ് ചെയ്യുക. കാരണം ഇന്നലെ എടുത്തു വെച്ച വീഡിയോ ആണ്. കാരണം ഇന്നലെ ഓണാണ്, ഇന്നാണ് നബിദിനം. അപ്പോൾ മനസ്സിലാക്കുക. നമ്മൾ ആരും എടുത്ത് ചാടി ഇതിങ്ങനെ പറയുമ്പോൾ ബാക്കിയുള്ളവരും കൂടി ഇതെന്താ അങ്ങനെ ഇങ്ങനെ ചിന്തിക്കുള്ളൂ. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഒരാളൊരു കാര്യം പറയുമ്പോൾ അത് കറക്റ്റായിട്ട് പറയാൻ നോക്കാം. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒരു 5 മിനിറ്റ് ക്ഷമിക്കാം, വൈകുന്നേരത്തെ എന്തായാലും വീഡിയോസ് നമ്മൾ ഇടുന്നതാവുമല്ലോ. ഓക്കെ, അപ്പോൾ ഇന്ന് നബിദിനാണ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും നബിദിനാശംസകൾ. കാരണം ഇന്നത്തെ കാര്യം എനിക്കിന്ന് പറയാൻ പറ്റുള്ളൂ. ഇന്നലത്തെ കാര്യം ഇന്നലെ പറഞ്ഞ് അത് അപ്ലോഡ് ചെയ്ത് വെച്ചതാണ്. പക്ഷെ അത് ഇന്ന് അപ്ലോഡ് ചെയ്തത് നബിദിനത്തിൻ്റെ അന്നാണെന്ന് മാത്രം. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ചിലപ്പോൾ എൻ്റെ അടുത്ത് ഇന്ന് അപ്ലോഡ് ചെയ്തതിൽ എൻ്റെ തെറ്റാവാം. ഇന്ന് ചിലപ്പോൾ അതിൽ പറയാം. പക്ഷേ ഞാൻ അത്രയ്ക്ക് ആലോചിച്ചിട്ടില്ല. എല്ലാവരും ഒരു കണ്ണിലാണ് എടുക്കുകയെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അത് വേറെ കണ്ണിലായി മാത്രം. കാരണം അതിൽ വന്ന് നമുക്ക് നബിദിനം, നമുക്ക് ഓണമല്ല, നമുക്ക് അതില്ല ഇതില്ല, നമുക്ക് നബിദിനം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ കുറേ ഇതിങ്ങനെ കമൻസ് ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ കമൻസായി വരുന്നത്. അപ്പോൾ പിന്നെ അവരോട് എനിക്കൊന്നും പറയാമല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും എല്ലാതും ഉണ്ട്. നമ്മൾക്ക് എന്താ വെച്ചാൽ എൻ്റെ വീഡിയോസ് കാണുന്നത് ഇപ്പോൾ ഹിന്ദുസ് ആയാലും മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും എല്ലാവരും നമ്മളെ വീഡിയോസ് കാണുന്നത്. നമുക്ക് എല്ലാവരും ഒരേമാതിരിയാണ് ഗൈസ്. എന്തായാലും ഇൻഷാ അല്ലാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്ന് എല്ലാവർക്കും നബിദിനാശംസകൾ നേരെയാണ്. ഞാൻ വൈകുന്നേരത്താണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മളെ ഇന്നലെ അത് അപ്ലോഡ് ചെയ്യാനുള്ള സമയമോ കാര്യങ്ങളോ തംബ്ലൈനോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ആവാത്തതുകൊണ്ട് ഞാനതങ്ങനെ വിട്ടുപോയത്. ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അത് ഇത്രത്തോളം പ്രശ്നമാവും എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സിനുവിനെയും കുട്ടിനെയും ഫുള്ള് റിക്കവറായിട്ടാണ് ഞാൻ ഇനി കൊണ്ടുവരുന്നുള്ളൂ. ഞാൻ എന്തായാലും ഉമ്മൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഉമ്മൻ്റെ പാടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ ഒരു റിക്കവറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മളെ വീട് പണി വീണ്ടും സ്റ്റാർട്ടിങ് തുടങ്ങുകയാണ്, പുട്ടിപ്പണി തുടങ്ങുകയാണ്. അതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ നാളെ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ അത്രേ ഉള്ളൂ, ജസ്റ്റ് ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടി മാത്രം വന്നതാണ്. ആ ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് ഇങ്ങനെ ഇങ്ങനെ സൈബർ പുള്ളിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ന്യൂഫിൽ അങ്ങനെയാണ്, ന്യൂഫിൽ ഇങ്ങനെയാണ്, ഓന് നബിദിനല്ല, ഓണാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാം ഉണ്ട് മക്കളെ, നമുക്ക് എല്ലാവർക്കും ഇനിയിപ്പോൾ ഇതെടുത്ത് കാണിച്ചു തരണം. ഞാൻ ദഫ് കളിക്കണതും ഞാൻ ഇതാക്കണതൊക്കെ ഇനി കാണിച്ചു തരേണ്ടി വരുന്നു എനിക്ക് തോന്നുന്നത്. ഓക്കെ, എനിക്കൊന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ മനസ്സിലാക്കുക, നമ്മൾ ഒരാളൊരു കാര്യം പറയുമ്പോൾ ബാക്കിയുള്ളൊന്നും ഒന്നും അറിയാതെ, ഇന്ത്യയെന്നല്ല ഒരാളുടെയും ഒന്നും അറിയാതെ നമ്മൾ പറയാൻ നിൽക്കരുതെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എന്തായാലും പറഞ്ഞതിൽ ആർക്കെങ്കിലും പ്രശ്നം എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാരണം എനിക്കത് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മളൊന്നും അറിയാത്തൊരു കാര്യം നമ്മളെ കുറിച്ച് പറയുമ്പോൾ അതെന്തോ ഭയങ്കര ഹേർട്ടായി. ഓക്കെ, അപ്പോൾ എന്നാലും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതിലൊക്കെ എല്ലാവർക്കും